അത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഈ വിധി ഒരിക്കലും നമ്മൾക്ക് മനസ്സുള്ളവർക്ക് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതായത് ഇത്തരം വിധി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജില്ലാ കോടതി, ജുവൈനൽ കോടതിയിൽ നിന്ന് മുതൽ ജില്ലാ കോടതി മുതൽ ഹൈക്കോടതി വരെ നമ്മൾ പോയി അവിടെ നിന്നൊക്കെ തള്ളാൻ കഴിഞ്ഞൊരു കേസാണിത്. അതുകൊണ്ട് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇവർക്ക് ജാമ്യം അനുവദിച്ചതിൻ്റെ പിന്നിൽ ഇവരെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ട് ആളുകളുണ്ട് എന്ന് ഉറപ്പായി. അവർക്ക് പിൻബലമുണ്ട്. അതായത് ദുർബലരായ ആളുകളായി ഞങ്ങൾക്ക് ഇത്രയും ഈ കുറ്റകൃത്യം കുട്ടികൾ ചെയ്തെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞത് അല്ല, ജനസമൂഹത്തിന് മൊത്തമായിട്ട് അറിയാൻ കഴിഞ്ഞ കേസാണ്. അതായത് വോയിസ് ആയിട്ടും വീഡിയോ ക്ലിപ്പായിട്ടും അവർക്ക് ജനങ്ങൾക്ക് ഇത്രയും വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇവർക്ക് എക്സാം എഴുതാനൊക്കെ കോടതി നിയമം അതനുസരിച്ച് ചെയ്തു. ഓക്കെ, അതിൽ തന്നെ ജുവൈനൽ ലോമിൽ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യവും ഗവൺമെൻറ് ഒരുക്കാമായിരുന്നു എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു ഭാഗം അവർ പുറത്ത് വരണ്ട, അവർ ജുവൈനൽ ലോമിൽ പഠിക്കട്ടെ, പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല കുട്ടികളായിട്ട് 2-3 വർഷം അവിടെ കഴിഞ്ഞിട്ട് പുറത്ത് വരട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവരെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല. അതായത് അവർ പഠിച്ചിടുന്ന, അതായത് വീട്ടിൽ നിന്ന് എന്തായി കഴിഞ്ഞാലും അവർ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു രീതിയിലുള്ള പഠനം അവർക്ക് കിട്ടൂല. അതായത് രക്ഷിതാക്കൾ ക്രിമിനലുകളാണ്, കൊട്ടേഷൻ സംഘത്തിലും മറ്റേ കൊണ്ടാക്റ്റിലൊക്കെ പെട്ട ആളുകളാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ജുവൈനൽ ലോമിൽ തന്നെ തുടർന്നിട്ട് അവിടെ പഠിച്ച് നല്ല ശീലമായിട്ട് പുറത്ത് വരട്ടെ എന്നുള്ള ഒരു കാര്യം ഞാൻ അവതരിപ്പിച്ചു. അതായത് ഇത്ര വേഗം ഇവർ കോടതിയിൽ നിന്ന് വിധി വാങ്ങി ഇവരെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ നല്ല പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനു പറ്റും ഇത്രയും ഒരു കുട്ടികൾ, അതായത് വിദ്യാഭ്യാസം, അതായത് എൻ്റെ കുട്ടിയും ഒരു സ്റ്റുഡൻ്റാണ്, അതായത് SLC പരീക്ഷ എഴുതാൻ വേണ്ടി എൻ്റെ കുട്ടി. അതുകൊണ്ട് ആ ഒരു ഇതുപോലും കാണിക്കാതെ ഈ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി എന്തിന് തുടർന്നു പോകുന്നു? അതായത് എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കുക പോലും ചെയ്യാൻ പറ്റാത്ത റിയാസുണ്ട് കോഴിക്കോട് അതുപോലും ചെയ്യാൻ പറ്റാത്ത ഒരു രീതി. ഞാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എനിക്ക് വേദന ഉണ്ട്, ഇനി ഞാൻ പ്രതികരിക്കും. അതായത് ഇത് ജനങ്ങൾ അറിയട്ടെ. ഈ കുട്ടികൾ ഇനി ഏത് സ്കൂളിൽ എവിടെ പഠിക്കാൻ തുടർന്ന് പഠനത്തിന് കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാൽ എന്നെ കാണുന്ന ഈ വോയിസ് കേൾക്കുന്ന മുഴുവൻ പേരൻസും അച്ഛനമ്മമാർ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ അവരെ അനുവദിക്കാൻ പാടില്ല. അവർ രക്ഷിതാക്കൾ PTA കമ്മിറ്റി ആയി കഴിഞ്ഞാലും അവിടെയുള്ള സ്കൂൾ ഭാഗത്ത് അവർ പറയണം, ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്നതാണ്, ഇത്രയും ക്രിമിനലായ കുട്ടികൾ, കൊലയാളികളായ കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ആർജവത്തോട് പറയണം അവർ എന്ന് കഴിഞ്ഞാൽ. എന്നാലേ എന്ത് ചെയ്യും ഈ ഒരു ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കാൻ കഴിയും. അതല്ലാതെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയും അവരെ തുറന്നു വിടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഈങ്ങാപ്പുഴ പുതുപ്പാടി എന്ത് സംഭവിച്ചു? ഇതിനൊരു ശിക്ഷ കിട്ടിയിട്ട് കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിന് തുടരാൻ ഇനി മുന്നോട്ട് ഇത് തുടർന്ന് കൊണ്ടുപോയില്ല. അതുപോലും കണക്കിലെടുക്കാത്ത ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗം എനിക്ക് വളരെയേറെ വിഷമമുണ്ട്. ഞാൻ എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വേദന അതായത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പച്ചയായ രീതിയിലാണ് തുറന്ന് കാണിക്കുന്നത്. ഈ ചെയ്ത കുട്ടികൾ രക്ഷിതാക്കൾ കാണുന്നുണ്ടല്ലോ നമ്മളെ അവസ്ഥ എന്താണ് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവരെ ഇപ്പോൾ കൊടുത്ത ജാമ്യം തടഞ്ഞുകൊണ്ട് അവരെ വീണ്ടും തിരിച്ച് ജുവൈനൽ ലോമിൽ തന്നെ വിടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറച്ച തീരുമാനമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു വാക്കൊന്നും പറയില്ല. ഞാൻ കൊടുത്ത നിവേദനം വാങ്ങി പോയിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. അത് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അതല്ല വേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇത് കുട്ടികൾ ഇനിയും തുടർന്ന് പോയാൽ ഭാവി വരുന്ന കുട്ടികൾക്ക് വലിയൊരു വിഷയമാവും എന്നുള്ളത് കണക്കിലെടുക്കേണ്ടതായിരുന്നു. അതായത് അതുപോലും ചെയ്യാത്ത ഈ ഗവൺമെൻറ് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല.